കടന്ന് മഹസ്സിലാണിടേണം. ബ്രഹ്മതേജസ്സിൽ ബ്രഹ്മാനുഭവത്തിൽ ഏകീഭവിക്കണം. മഹസ്സിലാണിടേണം, ബ്രഹ്മാനുഭവത്തിൽ ഏകീഭവിക്കണം. ഇതൊക്കെ കേട്ടാൽ ഇതൊക്കെ നമുക്ക് സാധ്യമാണോ? ഈ ഒരൊറ്റ കാര്യം ഓർമ്മിക്കാമോ? നമുക്കാർക്കും അതിവേഗം ഈ അനുഭവത്തിന്റെ പല അത്ഭുതകരമായ ശാന്തി കിട്ടിത്തുടങ്ങും. എന്താ ഇതുറയ്ക്കണം? വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. സത്യം, ശാസ്ത്രീയമായ സത്യം ഉറയ്ക്കണം. ഇത് ഞാൻ പറയുന്ന മാത്രമല്ല, ഇത് ഭാഗവതത്തിലും മറ്റും ഉദ്ധവർ മറ്റും കൃഷ്ണനോട് പറയുന്നതാണ്. എനിക്ക് ഈ യോഗമൊന്നും പറ്റില്ല, ഉടനെ അങ്ങയെ കാണാൻ എന്താ മാർഗം? അപ്പൊ കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നത്, ഉടനെ കാണണോ? കണ്ടോ, ഈ ഞാനാണ് ഈ കാണുന്നതൊക്കെ. ഇനി കാണാൻ എന്താ പ്രയാസം? നിനക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഇതാണ് ശാസ്ത്ര സത്യം. ഈ കാണുന്നതൊക്കെ ഞാനാണ്. മനസ്സുകൊണ്ടത് നിരന്തരം ഓർമ്മിച്ചോ. ഇതാണ് വസ്തുത. ഇത് വിട്ടിട്ടാണ് ആധ്യാത്മിക തലത്തിൽ, ഈശ്വര, മനുഷ്യൻ കിടന്ന് ആധ്യാത്മിക തലത്തിൽ പോലും കിടന്ന് പാടുപെടുന്നത് കണ്ടാൽ എന്തിനാണ്? ഒന്നും ഒട്ട് കിട്ടുന്നുമില്ല. ധ്യാനം, മനനം അതൊക്കെ വേണ്ടെന്നല്ല, സത്യം കൂടെ കൂട്ടിച്ചേർക്കൂ. ഗീത ആദ്യന്തം പറയുന്നത് ഈ പരമസത്യം കൂട്ടിച്ചേർക്കൂ. നീ ഈ കർമ്മരംഗത്ത് ഇവിടെ യുദ്ധക്കളത്തിലായാൽ പോലും വേണ്ടില്ല. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച. അത്രയേ ഉള്ളൂ. വേറെ വലിയ സാധനങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ദോഷവുമില്ല.